കൊട്ടാരക്കരയിലാണ് കേരളത്തെ നടുക്കിയ ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത്. 3 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് രാവിലെ ടിപ്പർ ലോറി മണ്ണ് കയറ്റി വന്ന ലോഡുമായി വന്ന ടിപ്പർ ലോറി ബസ് കാത്തിരുന്ന ആളുകൾക്ക് മുകളിലേക്ക് മറിയുകയായിരുന്നു. ഈ ബസ് കാത്തിരുന്നവരിൽ നിരവധി കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകാനായി വിവിധ സ്കൂളുകളിലെ കുഞ്ഞുങ്ങളാണ്. അവർ ഏതൊക്കെ സ്കൂളുകളിലേതാണ് എന്നതൊക്കെ ഇനിയും കാത്തിരുന്ന് അറിയേണ്ടതുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ മുകളിലേക്കടക്കമാണ് വീണത്. ഇതിൽ 3 മരണം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മരിച്ചവരിൽ ഒരാൾ ഹരിലാൽ എന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. മറ്റ് ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അത് ഉടൻ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. വിനീഷ് കയറുന്നു. വിനീഷ്, പൂർണ്ണമായും മണ്ണ് മാറ്റാൻ സാധിച്ചോ? വിനീഷ്, എന്താണിപ്പോൾ അപകട സ്ഥലത്ത് നിന്ന് കാണുന്ന കാഴ്ച? ഇത് തെരച്ചില് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ മണ്ണുകൾ എല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതില് 2 മുതിർന്നവരും ഒരു കുട്ടിയുമാണ് ഉൾപ്പെടുന്നത്. കുട്ടി വിദ്യാർത്ഥിനിയാണ്. ഏത് സ്കൂളിൽ പഠിക്കുന്നതാണെന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. ഇനി പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബോഡി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ ഏകദേശം ഒരു 10-ലധികം പേരായിരുന്നു ഈ ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്നത്, ബസ് കാത്തു നിന്നത്. പരിക്കേറ്റ മറ്റുള്ളവരെയും കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായിട്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പേരെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയതായിട്ടാണ് വിവരം. ഒരാളെ വെഞ്ഞാറമ്മൂടുള്ള സ്വകാര്യ ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കായിട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദാരുണമായ ഒരു സംഭവമായി പോയി. ഇന്ന് പുലർച്ചെ ഒരു രാവിലെ 7 മണിയോടുകൂടിയാണ് രഞ്ജിത്ത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ബസ് കാത്തു നിന്ന വിദ്യാർത്ഥികളാണ്. ട്യൂഷന് പോകാനൊക്കെ ആയിട്ട് കാത്തു നിന്ന വിദ്യാർത്ഥികളും മറ്റ് ജോലിക്കൊക്കെ പോകാനായിട്ടൊക്കെ നിന്ന ആൾക്കാരാണ്. നമുക്കറിയാം, അതായത് നീലേശ്വരം മുക്കോണിമുക്ക് എന്ന് പറഞ്ഞ പ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അമ്പലപ്പുറം ഭാഗത്തു നിന്നും വരുന്ന ഒരു റോഡ് അവിടെ ഈ റോഡിലേക്ക് സംഗമിക്കുന്നുണ്ട്. വലിയൊരു വളവും ഒക്കെ ഉള്ള ഒരു പ്രധാന സ്ഥലമാണ്. നിരവധി അപകടങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഈ ടിപ്പർ ലോറി മണ്ണുമായി വന്നത്. അമിത വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വാഹനം ഇടിച്ച് കയറുകയായിരുന്നു. രഞ്ജിത്ത്, എന്തായാലും വാഹനത്തിൽ നിറയെ മണ്ണും ലോഡുമായിട്ട് വന്നുകൊണ്ട് ഇവരുടെ വേഗത്തേക്ക് വീഴുകയും ചെയ്തു. അതുപോലെ തന്നെ മതിലിടിഞ്ഞ് വീഴുകയും ചെയ്തു. അങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത് ദാരുണമായ ഒരു സംഭവമാണെന്ന് ഉണ്ടായത്. ഇതിന്റെ ഞെട്ടലിലാണ് ഈ പ്രദേശവാസികൾ. ശരിക്കും ഇവിടെ ഫയർഫോഴ്സും അത് പോലീസും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി. ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് 2-3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും മണ്ണ് നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിലൊരു വിദ്യാർത്ഥിനിയുടെ ജീവനും പൊലിഞ്ഞു എന്നുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റുണ്ട്. പക്ഷേ മറ്റുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിലുള്ള ഇടപെടൽ നടത്തും എന്ന് ബിന്ദുകൃഷ്ണൻ അടക്കം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കണം. കളക്ടർ ഈ മണ്ണ് കയറ്റി വാഹനങ്ങൾ സ്കൂൾ ടൈമിൽ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിയന്ത്രണങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും മറ്റുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ ലഭ്യമായി എന്നുള്ളത് ആശ്വാസകരമാണ്. ഏതായാലും വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മുകളിലേക്ക് ആണ് മണ്ണടക്കം വീണത്. ഇപ്പോഴും തിരച്ചിൽ അവിടെ തുടരുകയാണ് എന്നാണ് വിനീഷ് വ്യക്തമാക്കുന്നത്. മണ്ണ് പൂർണ്ണമായും മാറ്റി വേണം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഈ മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെയാണ് വ്യക്തത വരേണ്ടത്. അതിനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകരും മറ്റും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അതീവ ദാരുണമായ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ഇതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് അനാസ്ഥകളുടെ കാര്യങ്ങളും മറ്റും പങ്കുവെക്കാനുണ്ട്. അതൊക്കെ വരും മണിക്കൂറുകളിൽ പൂർണ്ണമായും ചർച്ച ചെയ്യേണ്ടി വരും. ഏതായാലും TG സജിത്ത് കൂടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, വലിയൊരു അപകടമാണ് ഇത്. നേരത്തെ ജനപ്രതിനിധികളും മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു ഈ ടിപ്പർ ലോറികളുടെ അമിത വേഗത്തെക്കുറിച്ചും യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവരുടെ സഞ്ചാരത്തെക്കുറിച്ചും മറ്റും. ഇത് ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടം എന്ന് വേണം കരുതാൻ. ഇനി ഇതിനെക്കുറിച്ച് ചർച്ചകൾ വരും. ടിപ്പർ ലോറികൾ നിരോധിക്കും, അല്ലെങ്കിൽ അവരുടെ സമയം നിയന്ത്രിക്കും. പക്ഷേ അതിനുശേഷം വീണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വിസ്മൃതിയിൽ മറയും. വീണ്ടും ചർച്ചയാകണമെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കേണ്ടി വരും. രഞ്ജിത്ത്, അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എന്തായാലും ഈ സ്ഥലത്തെക്കുറിച്ചും ഈ മേഖലയെക്കുറിച്ചും അറിയില്ലാത്ത പ്രേക്ഷകർക്ക് കൂടി അവിടുത്തെ ഒരു പൊതു സാഹചര്യം കൂടി നമുക്ക് പങ്കുവയ്ക്കാം. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന കൊല്ലം ഭാഗത്തേക്കുള്ള വഴിയിലാണ്, സംസ്ഥാന പാതയിലാണ് ഈ അപകടം നടക്കുന്നത്. അത് ആ പ്രധാന പാതയിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന നെടുവത്തൂർ ഭാഗത്തേക്കുള്ള വഴിയാണ്.
നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നീലേശ്വരം എന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണിക്കാൻ കഴിയുന്നത്. അതായത് നാളുകൾക്ക് മുമ്പ് അവിടെ ഗൂഗിൾ പകർത്തിയ ആ ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. യാദൃച്ഛികത എന്നോണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ഒരു ടിപ്പർ ലോറിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈ അപകടമുണ്ടാക്കിയ ആ ജംഗ്ഷനാണിപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന പ്രേക്ഷകർക്ക്. അവിടെ തന്നെ യാദൃശികമായിട്ട് ഗൂഗിളിൻ്റെ പിക്ചറിൽ കടന്നു വരുന്നതും ഒരു ടിപ്പർ ലോറിയാണ് എന്ന പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാം നിരവധി ടിപ്പർ ലോറികളടക്കം കടന്നു പോകുന്ന വഴിയാണ്. പ്രദേശവാസികൾ ഈ അപകടത്തിന് ശേഷം പങ്കുവച്ചതെല്ലാം മത്സരയോട്ടം നിരന്തരമായി നടക്കുന്ന ഇടമാണ്, നിരവധിയായി മണ്ണെടുപ്പ് നടക്കുന്ന മേഖലയാണ്, വാഹനങ്ങൾ ടിപ്പർ ലോറികൾ കടന്നു പോകുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായില്ല എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ ഈ അപകടത്തിന് കാരണക്കാരനായത് ഒരു ടൂ വീലർ യാത്രക്കാരനോ അതോ ടിപ്പർ ലോറി ഡ്രൈവറോ എന്തു തർക്കവും ഉണ്ടാവട്ടെ, ഇതിൽ പല ആശയക്കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിരന്തരമായി ഈ ടിപ്പർ ലോറികളുടെ മത്സരപ്പായൽ നടക്കുന്ന ഇടമാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് അറിയാനാവുന്നുണ്ട്. അതായത് ഈ റോഡ് ഈ ഒരു സൈഡിലേക്ക് തിരിയുന്നതും വേഗത്തിലുള്ള വഴി തന്നെയാണ്. ആ വഴിയിലും കൂടുതൽ നമുക്ക് ആ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് കൂടി പോകാം. ഈ റോഡിൻ്റെ ഈ വശത്തേക്ക് വരുമ്പോഴും നമുക്കറിയാനാവുന്നുണ്ട് കൊട്ടാരക്കര ഭാഗത്തേക്കുള്ള റോഡാണ് ഇത്. കുട്ടികളൊക്കെ അന്ന് ഇത് അവിടെ ബസ് കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എക്സാക്ട് പോയിന്റ് ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലം ഏതാണെന്ന് നമുക്ക് ആ മേഖല അത്ര പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് പങ്കുവയ്ക്കാനാവുന്നില്ല. പക്ഷേ ഈ ജംഗ്ഷനിൽ തന്നെയാണ് അപകടമുണ്ടായെന്ന് വ്യക്തമാണ്. ഇത് അതിലേക്ക് ആ റോഡാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതേസമയം തൊട്ടപ്പുറം അതിൻ്റെ ആ ജംഗ്ഷനാണ്. ഒരുപക്ഷെ ഈ മേഖലയിൽ നിന്ന് കുട്ടികൾ അവിടെ നിന്ന ഇടത്താണ് അപകടമുണ്ടായെന്ന് കരുതാം. അവിടെ ഒരു ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ബോർഡ് കാണാനാവുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റോഡ് ഇങ്ങോട്ട് വളഞ്ഞു പോവുകയാണ്. ഇങ്ങോട്ട് വളഞ്ഞു പോകുന്ന ഒരു റോഡാണ്. ഒപ്പം ഇതുണ്ട് ഒരു 3 കൂടുന്ന ഒരു ജംഗ്ഷനാണിത്. ഇവിടെയാണ് ഈ തരത്തിലൊരു JCB ഒരു ടിപ്പർ ലോറി നമുക്ക് കാണാനാവുന്നത്. ഈ റോഡ് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു അല്പം വീതി കൂടിയ റോഡ് തന്നെയാണ്. അതായത് ബസ്സുകൾക്കും അല്ലെങ്കിൽ ഇത്തരം ഭാരം കയറ്റിയ വാഹനങ്ങൾക്കുമൊക്കെ മത്സരയോട്ടം സ്വാഭാവികമായി നടന്നു വെക്കാൻ കഴിയുന്ന വേഗത്തിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നൊരു വഴിയാണ്. സ്വാഭാവികമായും അപകടം കൂടും. നമുക്കറിയാം മികച്ച റോഡുകളാണ്, നല്ല സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ടിപ്പർ ലോറികളുടെ മത്സരയോട്ടം ആ പ്രദേശത്ത് ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെ നമുക്ക് കരുതണം. അതാണ് നാട്ടുകാരും പറയുന്നത്. നോക്കൂ, ഇതിനകം തന്നെ പ്രതികരിച്ച പലരും പങ്കുവെച്ച ഒരു പൊതുവികാരം, ഞങ്ങൾ എത്രയോ വട്ടമായി ഇത് പരാതിപ്പെടുന്നു, പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്നതാണ്. രഞ്ജിത്ത് മുമ്പ് സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം ഉണ്ടാകുമ്പോഴും അധികാരികളും ഇടപെടലുകളൊക്കെ മത്സരയോട്ടത്തെക്കുറിച്ച് ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്ത് ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും അപകടമുണ്ടായത് ഈ മേഖലയിൽ തന്നെയാണ്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തേക്കുള്ള പ്രധാന പാതയിൽ നിന്നും മാറി എഴുകോൺ ഭാഗത്തേക്കുള്ള റോഡാണ് ഈ റോഡിലേക്ക് കടന്നു വരുന്നത്. ഈ റോഡിൻ്റെ സ്ട്രീറ്റ് വ്യൂ വിവരങ്ങൾ തന്നെ ഈ തരത്തിലാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് പകർത്തിയ ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എക്സാക്ട് പോയിന്റ് ആയിരുന്നു ഒന്നുകൂടി വ്യക്തവരുത്തേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ആ സ്ഥലം കൂടുതൽ അറിയാവുന്ന വിനേഷിനടക്കം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് കരുതാം. ഇതുവരെ പുറത്തു വരുന്ന വിവരപ്രകാരം ഇങ്ങനെയാണ്. 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 2 മുതിർന്നവരാണ്, 1 കുട്ടിയാണ്. മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ നിരവധിയുണ്ട്. തിരച്ചിൽ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്കാണ്. ഇനി ആരും അവിടെ കുടുങ്ങി കിടക്കുന്നില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് ഏറെക്കുറെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഏറെക്കുറെ അവിടുന്ന് തിരച്ചിൽ പൂർണ്ണമാകുന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആളുകൾ അവിടെ നിന്നും പങ്കുവെച്ച അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളടക്കം പങ്കുവെച്ച വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഒരു പൊതുസൂചകം ഇങ്ങനെയാണ്. തീർത്തും ചെറുകുട്ടികളല്ല അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാരും ഒരു ബൈക്ക് യാത്രക്കാരനും ഒപ്പം തന്നെ അല്പം മുതിർന്ന കുട്ടികൾ, ഏകദേശം 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2ഓ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളാവണം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാണ് സംശയിക്കുന്നത്. തുടരുക സൈത്ത്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.